Alhamdulillah, Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله العظيم. ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഏറെ അനുഗ്രഹീതമായ ഒരു സുദിനത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല ഈ റമദാനിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ വർഷിപ്പിച്ചു തരുമാറാകട്ടെ. നാം ഒരുപാട് അമലുകൾ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകളൊക്കെ നീ കബൂലാക്കുമാറാകണേ. നാം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. റമദാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ 10കളാണ് എന്ന് ഹദീസുകളിലൊക്കെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ദഖല അശ്റുൽ അവാഖിർ ശദ്ദ മിസ്റഹു വ അയ്ഖല അഹ്ലഹു വ അഹ്യാ ലൈലഹു. അദ്ദേഹം റമദാനിൻ്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ തൻ്റെ അര മുറുക്കി ഒടുക്കുകയും കുടുംബത്തെ വിളിച്ചുണർത്തുകയും രാത്രികളെ സജീവമാക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അവസാനത്തെ 10ലെത്തുമ്പോൾ കൂടുതൽ ജാഗരൂകരാവുക എന്നതാണ് പ്രവാചകൻ്റെ ചര്യ. ആ അർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ശക്തമായി ആദ്യമേ വസിയത്ത് ചെയ്യാനുള്ള കാര്യം, റമദാനിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നാം കൂടുതൽ ജാഗ്രത പാലിക്കണം. റമദാനിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരാറുള്ളൊരു രീതി, റമദാനിൻ്റെ ആദ്യ ദിനങ്ങൾ വളരെ സജീവമായിരിക്കും. അവസാനമാകുമ്പോഴേക്കും സജീവത നഷ്ടപ്പെടാറാണ്. അത് തികച്ചും വൈരുദ്ധ്യമായൊരു കാര്യമാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആദ്യമുണ്ടായ ജാഗ്രതകളെക്കാൾ കൂടുതൽ ജാഗരൂകമായി ഇബാദത്തുകളിൽ മുഴുകേണ്ടതും റമദാനിൻ്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതും അവസാനത്തെ ദിവസങ്ങളാണ്.
കാരണം റമദാനിൻ്റെ അവസാനത്തെ രാത്രികളിലാണ് ലൈലത്തുൽ ഖദറിനെ കൂടുതൽ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളത്. ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് അഭിപ്രായങ്ങൾ സംബന്ധമായി കാണാൻ സാധിക്കും. അവസാനത്തെ 10-ലല്ല എന്നും അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ കൂടുതൽ പ്രബലമായ അഭിപ്രായം റമദാനിൻ്റെ അവസാനത്തെ 10കളിലെ ഒറ്റയായ രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം എന്നാണ്. അത് ഏതെങ്കിലും ഒരു ദിവസം തന്നെയാണ് എന്ന് നിർണയിച്ച് പറയുന്നതിന് ഒരു തെളിവും ഇല്ല. കാരണം മറ്റ് ദിവസങ്ങളാണെന്ന് പറയുന്ന തെളിവുകളും ധാരാളം കാണാൻ സാധിക്കും. ലൈലത്തുൽ ഖദർ 27 രാവിലെ തന്നെയാണ് എന്ന് നിർണയിക്കാൻ പറ്റില്ല. അത് 29 രാവിനും 25 രാവിനും 23-ലും 21-ലും ഒക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഒറ്റയായ രാത്രികളിലൊക്കെ ആ ലൈലത്തുൽ ഖദർ ഉണ്ടാകാം. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ ലൈലത്തുൽ ഖദറിനെ സൂചിപ്പിക്കുന്നതാണ്. സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിലാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. ഇതിനെ സംബന്ധിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം, വിശുദ്ധ ഖുർആനിനെ മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച് അത് മലായിക്കത്തുകളെ ഏൽപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. റമദാൻ മാസമായതുകൊണ്ട് ഈ തറാവിയൊക്കെ നിസ്കരിച്ചിട്ട് ഭയങ്കര ക്ഷീണവും ഒക്കെ ഉണ്ടാവും. ഞാൻ ഹംദു സ്വലാത്ത് ചെല്ലുമ്പോഴത്തേക്കും തന്നെ അസാധാരണമായ ചില ആളുകളൊക്കെ ഉറക്കം പോയി തുടങ്ങിയിരിക്കും. റമദാൻ്റെ വെള്ളിയാഴ്ചയിലെ ഖുതുബ നഷ്ടപ്പെടുത്തുന്നത് വലിയ അബദ്ധമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ ഉഷാറിലിരിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. ഇപ്പോൾ ലൈലത്തുൽ ഖദറിലാണ് ആ ഖുർആനിനെ ഒന്നിച്ച് അല്ലാഹു തആല മലായിക്കത്തുകളെ ഏൽപ്പിക്കുന്നത്. പിന്നീട് അള്ളാഹുവിൻ്റെ ആജ്ഞാനുസാരം, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം 23 സംവത്സരങ്ങൾ കൊണ്ട് വിവിധ ഘട്ടത്തിലായിട്ടാണ് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്നത്, മലക്കുകൾ ഇറക്കി കൊടുക്കുന്നത്. അപ്പം ഈ ആദ്യത്തിൽ മൊത്തം ഖുർആനിനെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെ ഏൽപ്പിക്കലാണ് ഈ ലൈലത്തുൽ ഖദറിൽ സംഭവിച്ചത്. ഇതാണ് ഏറ്റവും പ്രബലമായ ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത് ലൈലത്തുൽ ഖദറിലാണ് എന്നും അഭിപ്രായമുണ്ട്. എന്തായാലും രണ്ടും അംഗീകരിക്കാവുന്ന അഭിപ്രായങ്ങളാണ്. ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്, അതിൻ്റെ തുടക്കം കുറിച്ചത്. തീർച്ചയായും ആ ഖുർആൻ അവതീർണമായ രാവിനെ ഏറ്റവും അനുഗ്രഹീതമായ രാവാക്കി അല്ലാഹു നിശ്ചയിച്ചു. ആശ്ചര്യം ജനിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ലൈലത്തുൽ ഖദർ. കാരണം ആ ലൈലത്തുൽ ഖദറിൽ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, സകല കൽപ്പനകളുമായി മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ, നേരം പുലരുന്നത് വരെ ആ ലൈലത്തുൽ ഖദർ സമാധാനപൂർണ്ണമായിരിക്കും എന്ന് ചുരുക്കിയ ഒരു സൂറത്തിൽ അല്ലാഹു തആല ലൈലത്തുൽ ഖദറിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സൂറത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാവിലാണ് അല്ലാഹു തആല ലൈലത്തുൽ ഖദറിനെ ഇറക്കിയത് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ദുഹാനിലെ ഫീഹാ യഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ കൽപ്പനകളുമായിട്ട് അല്ലാഹുവിൻ്റെ മലായിക്കത്ത് ഇറങ്ങി വരുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ലൈലത്തുൽ ഖദറിൽ പിന്നെ ഈ ഖുർആൻ അവതീർണമായി എന്നത് മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും ഭാഗതയും നിർണ്ണയിക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. എന്ന് പറഞ്ഞാൽ
ഒരു വർഷത്തേക്ക് എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ബഡ്ജറ്റ് പോലെ, നേരത്തെ ഒരു പ്ലാനിങ്, ഒരു കൃത്യമായ ഒരു ഘടന അത് നിശ്ചയിക്കുന്നത് ലൈലത്തുൽ ഖദ്റിലാണ്. അടുത്ത ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകും, എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം സംഭവിക്കണം, ഇതൊക്കെ അല്ലാഹു തആല തീരുമാനിച്ച് മലായിക്കത്തുകളെ ഏൽപ്പിക്കുന്നത് ലൈലത്തുൽ ഖദ്റിലാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമായ രാവാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്ർ ഏറെ ശ്രേഷ്ഠമാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ അല്ലാഹു തആല അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു തരും. ഇവിടെ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് രാത്രിയിലാണ് എന്ന കാര്യം തന്നെയാണ്. സാധാരണ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേൾക്കാറുണ്ട്, 27 രാവിന് നോമ്പ് വെക്കുക, 21 രാവിന് നോമ്പ് വെക്കുക, അതേപോലെ 17 രാവിന് നോമ്പ് വെക്കുക, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് 21 രാവിന് നോമ്പ് വെക്കുക. രാവിലെ ഒരു നോമ്പ് നോക്കാറില്ല നമ്മൾ. ഇന്ന് 21 രാവാണ്. പക്ഷേ ഇന്ന് ഈ പകലിന് പ്രത്യേകിച്ച് പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല. ഇന്ന് പകൽ കഴിഞ്ഞ് ഇനിയുള്ള രാത്രിക്കാണ് പ്രത്യേകത. ഈ പകലിനല്ല പ്രത്യേകത, ഈ രാത്രിക്കാണ് പ്രത്യേകത. അഥവാ റമദാനിൻ്റെ അവസാനത്തെ രാത്രികളാണ് സജീവമാക്കേണ്ടത്. രാത്രിയിലാണ് ലൈലത്തുൽ ഖദ്ർ. അത് നേരം പുലരുന്നതോടുകൂടി ലൈലത്തുൽ ഖദ്റിൻ്റെ സമയം അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് പകലല്ല ലൈലത്തുൽ ഖദ്ർ, ഇന്ന് രാത്രിയാണ് ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ 23-ന്റെ രാത്രിയിലാണ് ആവാനാണ് സാധ്യത. റമദാനിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് മഗ്രിബ് മുതൽ അടുത്ത മഗ്രിബ് വരെയാണ്. റമദാൻ 21 ആരംഭിക്കുന്നത് ഇന്ന് മഗ്രിബ് മുതൽ നാളെ പകല് കഴിഞ്ഞ് മഗ്രിബ് വരെയാണ്. നാളത്തെ പകലിൽ പ്രത്യേകതയില്ല, ഇന്നത്തെ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് മനസ്സിലാക്കണം. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ രാത്രികളെയാണ് ലൈലത്തുൽ ഖദ്റിൽ നമ്മൾ ഏറെ പ്രതീക്ഷിക്കേണ്ടത്. ഇന്നത്തെ രാത്രികളിലാണ് കൂടുതൽ നമസ്കരിക്കേണ്ടത്. ഇന്നത്തെ രാത്രികളിലാണ് ഇബാദത്തുകളിൽ ഏർപ്പെടേണ്ടത്. ഇന്നത്തെ രാത്രിയാണ് ഏറ്റവും പവിത്രമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അഥവാ രാത്രികളിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ലൈലത്തുൽ ഖദ്ർ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ചുരുക്കരുത്. ചിലപ്പോൾ 29-നാകാം, 23-ന്, 21-നൊക്കെ ആകാം. അതുകൊണ്ട് ഒറ്റയായ അല്ലാത്ത രാത്രികളുമാകാം. റമദാനിൻ്റെ ഓരോ രാവും ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠമായ രാവുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ഭക്തിപൂർവ്വം ഇടപെടാൻ നമുക്ക് സാധിക്കണം. അവിടെയും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഒരു ലോട്ടറി അടിക്കൽ പരിപാടി പോലെ ഇതിനെ സമീപിക്കാൻ പാടില്ല. ഇന്ന് കുറച്ച് അമലൊക്കെ ചെയ്ത് നാളേക്ക് എന്തെങ്കിലുമൊക്കെ പൊക്കിത്തരം കാണിക്കാം. ഈ റമദാനിൻ്റെ അവസാനത്തെ 10 കുറച്ച് നന്മകളൊക്കെ ചെയ്ത് റമദാൻ കഴിയുമ്പോൾ എനിക്ക് വേറെ ഏതോ കോലത്തിലാകാം എന്ന മട്ടിൽ ഈ രാത്രിയെ സമീപിക്കരുത്. അത് ഇഖ്ലാസുള്ള സമീപനമല്ല. ഇഖ്ലാസുള്ള സമീപനം എങ്ങനെയാണ്? ഇന്നത്തെ ദിവസത്തെ ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെ ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കും. അതാണ് ഇഖ്ലാസുള്ള ഇബാദത്ത്. മറ്റേത് തരം കാപട്യാണ്. ഇന്നൊരൊറ്റ ദിവസം മാത്രം ഉപയോഗിച്ച് അള്ളാഹിനിട്ട് എന്തൊക്കെയോ സമ്മാനമാകും, അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. ഇതൊക്കെ തരുന്നത് അള്ളാഹുവല്ലേ. ഒരു ദിവസം അള്ളാഹുവിനേറ്റ് വളരെ അടുപ്പം കാണിക്കുകയും പിറ്റത്തെ ദിവസം അള്ളാഹിനെ മറന്ന് ജീവിക്കുകയും ചെയ്താൽ ഒരു ദിവസത്തിന് വേണ്ടി അള്ളാഹു തആല പ്രത്യേക പ്രതിഫലം നൽകുമെന്ന് നമ്മൾ വിശ്വസിക്കരുത്. പകരം ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ വിധി നിർണായക ദിവസമാകണം. ഈ ഒരു ദിവസം എന്നെ പരിവർത്തിപ്പിക്കുന്ന ദിവസമാകണം. ഈ ഒരു ലൈലത്തുൽ ഖദ്റോട് കൂടി ഞാൻ മാറ്റത്തിന് വിധേയമാകണം. പടച്ചവൻ ഈ ദിവസത്തിലാണ്, അഥവാ ഈ ലൈലത്തുൽ ഖദ്റിലാണ് എൻ്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഭാഗതയെ നിർണ്ണയിക്കുന്നത്. അത് ഹൈറായതായിരിക്കണം. ഈ മട്ടിൽ ലൈലത്തുൽ ഖദ്റിനെ നമുക്ക് സമീപിക്കാൻ സാധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം ഉണ്ടാകാൻ കാരണം അന്നാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. ഖുർആൻ അവതീർണമായതാണ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റിൽ നടന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നാ അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചു. ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം അതിനെ അവതരിപ്പിച്ചു. ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാവിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് കിട്ടിയ രാവാണ് ലൈലത്തുൽ ഖദ്ർ. ഈ മജ്ലിസിനെ വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ഇന്നത്തെ ദിവസം ആലോചിക്കാൻ പറയുന്നത് ഖുർആൻ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം പ്രതീക്ഷിക്കുന്ന നമ്മൾ
വിശുദ്ധ ഖുർആനിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. ഒരുപാട് തവണ ഒരുപാട് റമദാനുകൾ നമ്മൾ കഴിച്ചുകൂട്ടി, ഒരുപാട് ഖുർആനിന്റെ വാർഷികങ്ങൾ ആഘോഷിച്ചു. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ മാസം. പക്ഷേ നമ്മൾ ഖുർആനും തമ്മിൽ എവിടെ നിൽക്കുന്നു ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കിയേ. ഞാൻ സാധാരണ പറയാറുള്ള പോലെ ഇസ്ലാമിൻ്റെ ശിആറുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിച്ചത് ഒരു സംശയവും ഇല്ല ഖുർആനിനെയാണ്. മുസ്ലിം സമുദായം ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ ഏറ്റവും അവഗണിച്ചത് ഖുർആനിനെയാണ്. നമ്മളൊക്കെ ഒരുവിധം നിസ്കരിക്കുന്നവരാണ്, നമ്മളൊക്കെ നോമ്പ് വെക്കുന്നവരാണ്, നമ്മളൊക്കെ സക്കാത്തു ഹജ്ജൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മളെല്ലാവരും ഖുർആൻ പഠിച്ചോ? ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കി, എത്ര എനിക്ക് ഖുർആൻ അറിയാം? ഖുർആൻ എന്താ അറിയാൻ പറ്റാത്ത വലിപ്പമുള്ള സാധാരണ മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമല്ലല്ലോ. ഖുർആൻ ആവർത്തിച്ച് പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. വിശുദ്ധ ഖുർആൻ വളരെ 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 എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ പ്രാധാന്യം കൊടുത്തെങ്കിലല്ലേ പഠിക്കാൻ പറ്റൂ. നമ്മളെ 10ൽ പഠിക്കുന്ന കുട്ടിനോട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കിയപ്പോൾ 10ൽ പരീക്ഷ എഴുതിയ 12ൽ പരീക്ഷ എഴുതുന്ന കുട്ടികളോട് ചോദിച്ചു നോക്ക്, അവർ ഇംഗ്ലീഷ് ഭാഷയിലെ പാഠപുസ്തകത്തിൻ്റെ കണ്ടന്റ് അവർ ഒരു കൊല്ലം കൊണ്ട് പഠിച്ചില്ലേ? ഹിന്ദി പാഠപുസ്തകത്തിൻ്റെ കണ്ടന്റ് ഒരു കൊല്ലം കൊണ്ട് പഠിച്ചില്ലേ? എന്തിനേറെ അറബി പാഠപുസ്തകത്തിൻ്റെ കണ്ടന്റ് ഒറ്റ കൊല്ലം കൊണ്ട് നമ്മളെ കുട്ടി പഠിച്ചില്ലേ? ഒരായുസ് ഭൂമിയിൽ ജീവിച്ചിട്ട് അള്ളാഹിൻ്റെ കിതാബിനകത്ത് എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് പോലും നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിലോ, അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടില്ലെങ്കിലോ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കുറ്റക്കാരാവില്ലേ? നിസ്സാര കാര്യമാണോ ഖുർആൻ? അള്ളാഹിൻ്റെ കലാമല്ലേ, ആകാശത്ത് നിന്ന് ഇറക്കപ്പെട്ടതല്ലേ, ഭൂമിയിൽ കാണാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ തന്നെ അത് സൃഷ്ടിയാന്ന് പോലും ആരും നിങ്ങൾ അംഗീകരിക്കണില്ല. ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയല്ല, അള്ളാഹിൻ്റെ തന്നെ കലാമാണ്. അങ്ങനെ ഒരു കലാമുണ്ടായിട്ട് ആ കലാമിനോട് നമ്മൾ അവഗണനയല്ലേ വെച്ച് പുലർത്തിയത്? നമ്മൾ എന്തിനാ എട്ടും പൊട്ടും തിരിയാത്ത ഘട്ടത്തിൽ കഷ്ടപ്പെട്ട് ഓതാൻ പഠിച്ചത്? ഇത് ഓതി തീർക്കാനുള്ള കിതാബല്ലല്ലോ, ജീവിക്കാനുള്ള കിതാബല്ലേ. ജീവിക്കാനുള്ള ഈ കിതാബിനകത്ത് എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അതിനകത്ത് എന്താ കണ്ടന്റ് ഉള്ളത് എന്ന് പഠിക്കണ്ടേ? നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? ഒരു ശ്രമം നടത്തി നോക്കണ്ടേ? പണ്ടത്തെ പോലെയല്ലല്ലോ. പള്ളി ദർസിലും അറബി കോളേജിലും പോയി ഒരുപാട് കിതാബ് ഓതിയാൽ മാത്രം പഠിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് ഖുർആൻ. ഇന്ന് നിങ്ങൾ ഏത് സംഘടനക്കാരാകട്ടെ, ഏത് വിഭാഗക്കാരാകട്ടെ, ഏത് ഘടനയിലുള്ളവരാകട്ടെ, നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ഖുർആൻ പഠിക്കാൻ പറ്റുന്ന സംഗതികൾ, പരിഭാഷകളും വ്യാഖ്യാനങ്ങളും പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും നിങ്ങളുടെ വിരൽത്തുമ്പുകളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരിത്തിരി സമയം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നീക്കിവെക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ, മുത്ത് റസൂല് പോലും മഹ്ശറയിൽ അള്ളാഹുവിന്റെ തീഷ്ണമായ പരീക്ഷണത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, അള്ളാഹിന്റെ ആശ്വാസത്തിന് വേണ്ടി കേടുകൊണ്ടിരിക്കുമ്പോൾ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും നമ്മെ ചൂണ്ടിയിട്ട് അള്ളാഹിനോട് അപരാധി ബോധിപ്പിക്കും. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ചവനെ, ഇവർ ഖുർആനിനെ അവഗണിച്ചവരാണ്, ഇവർ ഖുർആനിനെ തള്ളിക്കളഞ്ഞവരാണ്, ഖുർആനിനെ പരിഗണിക്കാത്തവരാണ്. ഒരായുസ് ഭൂമിയിൽ ജീവിച്ചിട്ടും അള്ളാഹിന്റെ കിതാബിനകത്ത് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാണ്. അവരെ വെറുതെ വിടരുതെന്ന് അള്ളാഹുവിനോട് അപരാധി ബോധിപ്പിക്കുന്നു. ഇത് നിസ്സാര കാര്യമല്ല, നിസ്സാര കാര്യമല്ല. കാരണം നമുക്ക് ഈമാന് കിട്ടണമെങ്കിൽ ഖുർആൻ വേണം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഖുർആൻ വേണം. സാദത്തുഹും ഈമാന, ഈമാന് വർദ്ധിക്കും. വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പ്രകമ്പിതമാകും. ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്തുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം കല്ലിനേക്കാൾ ഉറച്ചുപോയി വിശ്വസിക്കണം. കാരണം ഖുർആൻ പോലും പറഞ്ഞത് ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത് ഒരു കരിമ്പാറയുടെ പുറത്താണെങ്കിൽ പോലും ആ കരിമ്പാറ പോലും അള്ളാഹിനെ ഭയപ്പെട്ട് പൊട്ടിപ്പിളർന്നു പോകുമായിരുന്നു. പക്ഷെ നമുക്കൊരു മാറ്റവും വരുന്നില്ല. ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു, ഒരു ഖത്തീബ് എന്ന നിലയ്ക്ക് ഈ മിമ്പറിൽ നിന്നുകൊണ്ട് ഈ റമദാനിന്റെ ഖുത്ബ ശ്രവിക്കുന്നവരെ പച്ചക്ക് വസിയത്ത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഖുർആൻ ഈ ദിവസം മുതൽ ഖുർആൻ പഠനം ആരംഭിക്കുകയും മുടങ്ങാതെ ഖുർആനിന്റെ ആളുകളായി തീരാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് വസിയത്ത് നൽകാൻ. അത് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാക്കും. നിസ്സാരം മറ്റൊന്നുമില്ല. നിങ്ങൾ ഖുർആന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു നോക്കിയേ,
ജീവിതത്തിന് സമാധാനം കിട്ടും, ജീവിതത്തിന് ശാന്തി കിട്ടും, ജീവിതത്തിലേക്ക് അറിവുകൾ കിട്ടും, അള്ളാഹുമായുള്ള ബന്ധം വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും. അത് നിങ്ങൾക്ക് ആരോഗ്യം നൽകും, നിങ്ങൾക്ക് ആയുസ് നൽകും, അള്ളാഹുവിന്റെ മഗ്ഫിറത്തും ശഫാഅത്തും ലഭിക്കും. എന്താ നമ്മൾ അവഗണിക്കുന്നത്? ഈ മജ്ലിസിലെ, ഈ സദസ്സിലെ ഡിഗ്രി വരെ പഠിച്ചവരായിരിക്കും അധിക പേരും, 10ാം ക്ലാസ് കഴിഞ്ഞവരായിരിക്കും ഒരു 90% പേരും, പ്രായമുള്ള പഴയ ആളുകൾ ഒഴിച്ചാൽ. നമ്മൾ എത്ര പുസ്തകം പഠിച്ചു, എന്നിട്ട് ആ ഒരു ഡിഗ്രി കിട്ടാൻ വേണ്ടി 100 കണക്കിന് പുസ്തകം പഠിച്ച നമുക്ക് എന്തായിരുന്നു ഖുർആൻ പഠിച്ചാൽ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവർ തന്നെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ശ്രേഷ്ഠരായ ആളുകൾ. ഈ റമദാൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ മാസമാണെങ്കിൽ വെറുതെ ഖുർആൻ ഓതി തീർത്തിട്ട് കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. കാരണം അത് കൂലി കിട്ടുമോ ഇല്ല, അള്ളാഹു ആലം, കിട്ടുമായിരിക്കും, കൂലി കിട്ടും. വെറുതെ അർത്ഥം അറിയാതെ ഓതിയാ കൂലി കിട്ടും. പക്ഷെ അർത്ഥമറിയാതെ എങ്ങനെ മുസ്ലിം സമുദായത്തിന് ഓതാൻ വേണ്ടി തന്നൊരു കിതാബ് അല്ലല്ലോ ഖുർആൻ. നിങ്ങൾക്കിതാ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല ആകാശത്തു നിന്ന് ഒരു ഖുർആൻ ഇറക്കിയിരിക്കുന്നു, ആ ഖുർആൻ ഇങ്ങനെ ഓതിക്കോളും, കൂലി കിട്ടിക്കോളും എന്ന് പറഞ്ഞ് ഓതാൻ തന്നതല്ല, ജീവിക്കാൻ തന്നതാണ്. ആർക്ക്? മനുഷ്യർക്ക്. ഹുദൽ ലിന്നാസ്, മനുഷ്യ സമൂഹത്തിന് സന്മാർഗദർശകമാണ്. ഹുദൽ ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഖുർആൻ നേരായ ചൊവ്വായ ഒരു വഴി കാണിച്ചു തരുന്നു. ജീവിക്കാൻ തന്ന കിതാബാണ് ഖുർആൻ. മനുഷ്യരെങ്ങനെ ജീവിക്കണം, ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്തവൻ കാഫിർ, ഫാസിഖ്, വാലിബ്. ومن لم يحكم بما انزل الله فاولئك هم الكافرون ومن لم يحكم بما انزل الله فاولئك هم الفاسقون ومن لم يحكم بما انزل الله فاولئك هم الظالمون. ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്തവൻ കാഫിർ, ഫാസിഖ്, വാലിബ്, അധർമ്മകാരി, അവിശ്വാസി, അക്രമി. ഖുർആൻ ജീവിക്കാൻ തന്ന കിതാബാണ്. ഈ ഖുർആനിനകത്ത് കുറേ തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ഓതാന്ന് വിചാരിക്കാം. കുറേ തസ്ബീഹ് അള്ളാഹിങ്ങനെ പ്രകീർത്തിക്കുക, കുറേ തഹ്മീദുകൾ അള്ളാഹിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതല്ലല്ലോ ഖുർആനിനകത്തുള്ളത്. ഖുർആനിനകത്ത് ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ നിർദ്ദേശമാണ്. ലാ തഅക്കുലു റിബാ, നിങ്ങൾ പലിശ വാങ്ങരുത്. അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്താ സമരം ചെയ്യാത്ത കാര്യങ്ങളാ, നിർദ്ദേശങ്ങളാ, വിധിവിലക്കുകളാ. ഈ വിധിവിലക്കുകൾ ഇങ്ങനെ പാരായണം ചെയ്ത് തീർക്കാനുള്ളതാണോ? ജീവിച്ചു തീർക്കാനുള്ളതല്ലേ? ജീവിച്ചു തീർക്കണമെങ്കിൽ പുതിയ കാലത്ത് ഇത്രയേറെ ട്രാൻസ്ലേഷനും സംവിധാനങ്ങളും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളും ഉണ്ടായിട്ട് അള്ളാഹിന്റെ കിതാബിനെ മറച്ചു പിടിക്കുന്നത് എങ്ങനെ? നമ്മൾ മനസ്സിലാക്കണം, ഈ ഖുർആൻ ഉണ്ടെങ്കിലേ നമുക്ക് ഇസ്സത്തുള്ളൂ, ഒരു വ്യക്തിക്ക് ഇസ്സത്ത് കിട്ടുള്ളൂ, ഒരു സമൂഹത്തിന് ഇസ്സത്ത് കിട്ടുള്ളൂ. മുസ്ലിം സമുദായം എന്ന് ഖുർആനിനെ അവഗണിച്ചോ അവർ ഇസ്സത്തില്ലാത്തവരായി. എന്ന് മുസ്ലിം സമുദായം ഖുർആനിനെ മുറുകെ പിടിച്ചോ അവർ ലോകത്തിന്റെ അജയ്യ ശക്തിയായി. നഹ്നു ബിൽ ഖുർആനി കഫംനൽ ഗുയൂൻ വനശർനാ ബിൽ വറാ. അല്ലാഹു അക്ബർ. ഞങ്ങൾ ഖുർആൻ കൊണ്ട് ലോകത്തിന്റെ അജയ്യ ശക്തിയായി അല്ലാഹു അക്ബർ എന്ന കൊടിക്കൂറയ്ക്ക് കീഴിൽ ഞങ്ങൾ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തു. കാരണം ഈ ഖുർആനാണ് മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് നൽകിയത്. അതേസമയം റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പേ പ്രവചിച്ചു, എന്റെ സമുദായത്തിന് ദുഷിച്ച കാലഘട്ടം വരുമെന്ന് ഇസ്ലാമിന് പേര് മാത്രമേ അവശേഷിക്കൂ. അന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ അക്ഷരങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കും. ഖുർആൻ അന്ന് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അഫീൻ, പേര് അഫ്രീൻ. 5 ആളെ കൊന്നിട്ട് ഇനി കുട്ടക്കൊല്ലണം, എനിക്ക് 2 ആളെ. ഉമ്മാനും വലിയമ്മാനും കൊന്നിട്ട് കാമുകിനെ കൊല്ലുന്നവര്. നാണക്കേടല്ലേ ഈ സമുദായത്തിനെ കുറിച്ച്? ഇവിടുത്തെ MLA പോലും പറഞ്ഞിരിക്കുന്നു, എന്താ മദ്രസയെ പഠിപ്പിക്കാത്ത? നമ്മളൊക്കെ കള്ളുപിടിക്കാതായത് മദ്രസയെ പഠിച്ചതിന്റെ ഗുണമാണെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല. ഈ സമുദായത്തിന്റെ 90% ദീനനുസരിച്ച് ജീവിക്കുന്നത്, വലിയൊരു ശതമാനം ദീനനുസരിച്ച് ജീവിക്കുന്നത് മദ്രസയിൽ നിന്ന് കിട്ടിയ വിജ്ഞാനത്തിന്റെ ഭാഗമാണ്, ഖുർആനിൽ നിന്ന് കിട്ടിയ ഭാഗമാണ്. അങ്ങനെ ഖുർആനിൽ മദ്രസയിൽ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ നിരീശ്വരത്വത്തിലേക്കും നിർമ്മതത്വത്തിലേക്കും ലിബറലിസത്തിലേക്കും കൊണ്ടുപോയതിന്റെ ഫലമാണ് ഇന്ന് നിരീശ്വരത്വ ഈ കുട്ടികളിൽ ലഹരി മരുന്നിന്റെ വ്യാപനം ഉണ്ടായത്. മുസ്ലിം സമുദായത്തിലല്ലേ, മലപ്പുറം ജില്ലയിൽ നിന്നല്ലേ ഒരുപാട് വരുന്നത്. മഹല്ലിലെ അംഗങ്ങളല്ലേ അവര്, ഓരോ മഹല്ലത്തിലെ ആളുകളാ. എന്തുമാതിരി ലഹരി മരുന്ന് എന്നാ പറയുന്നത്?
ഒരിത്തിരി കഴിച്ചാൽ പോലും പിന്നെ അന്തോ ഇല്ല കുന്തോ ഇല്ല. സ്വന്തം പാപ്പാനിമാനും വല്യമാനും നെട്ടി നിൽക്കുന്ന മനസ്സിലേക്ക് മനുഷ്യന്മാർ പോകുന്ന ലഹരി മരുന്ന് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? ആ മക്കളെ നിങ്ങൾ ഖുർആനിന്റെ മൂഷയിൽ വളർത്തിയെടുത്തിട്ടില്ലേ? നശിച്ചു പോകും ഈ സമുദായം. അള്ളാന്റെ ശാപം വരും ഈ സമുദായം. റമദാനിക്ക് പോലും ഈ സമുദായത്തിന്റെ പേരുള്ള ആളുകളെ ലഹരി മരുന്നിന് അടിമപ്പെട്ട് ഭാര്യയെ കൊല്ലുന്നു, വാപ്പാനെ കൊല്ലുന്നു. എന്തായി കേൾക്കുന്നത്? റമദാനിക്ക് തലമറച്ച പെണ്ണ് ഖദീജ എന്തോ പേരുള്ള മുസ്ലിം പേരുള്ള പെണ്ണ് മൂക്കറ്റം കുടിച്ച് ഹണി ട്രാപ്പ് നടത്തി മൂക്കറ്റം കുടിച്ച് കാറിൽ നിന്ന് ഇടഞ്ഞു വീണ് പാമ്പഴയുന്ന പോലെ ഇടയുന്ന ചിത്രം ഈ രാജ്യത്തെ സോഷ്യൽ മീഡിയകളിൽ വരികയാണ്. കാരണം എന്താ? ദീന് പഠിച്ചിട്ടില്ല. മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത്? വൈനു അണ്ണാക്കിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പുറപ്പെടുവിക്കണമെന്ന് പഠിപ്പിക്കും. പക്ഷേ ഖുർആനിന്റെ ഒരു വിവരവും കിട്ടണില്ല. ഉൽഹുല്ലാഹിന്റെ അർത്ഥം പഠിച്ചിട്ടില്ല. ഞാനിതാ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് ഏതാനും കോളേജ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. ആ കോളേജ് വിദ്യാർത്ഥികളോട് ഫാത്തിഹയുടെ അർത്ഥം അറിയുമെന്ന് ചോദിച്ചു. ഒറ്റ കുട്ടിക്ക് അറിയില്ല. മുസ്ലിം കുട്ടികളെ മാത്രമുള്ള ധാരാളം കോളേജ് കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ക്ലാസ് ഞാൻ എടുക്കാൻ പോയതാണ്. ഞാൻ ആ കുട്ടികളോട് ആമുഖത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഫാത്തിഹയുടെ അർത്ഥം അറിയോ? ആർക്കും അറിയില്ല. ആയത്തുൽ കുർസി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കാണാതറിയും. ഒരാൾക്ക് അർത്ഥറിയില്ല. ആയത്തുൽ കുർസി ഓതാൻ അറിയാം, പക്ഷെ അർത്ഥമറിയില്ല. എന്താ ആയത്തുൽ കുർസിയിൽ? ആരെക്കുറിച്ച് ആയത്തുൽ കുർസിയിൽ പറയുന്നത് അറിയില്ല. അള്ളാഹിനെ കുറിച്ച് മാത്രം പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി അറിയില്ല. ആമന റസൂലും അറിയില്ല. യാസീൻ ഓതാൻ അറിയും, യാസീന്റെ അർത്ഥം അറിയില്ല. എന്താ ഈ സമുദായം കാണിക്കുന്നത്? മുസ്ലിം ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഗൂഢാലോചന, ഇസ്ലാമിക ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഗൂഢാലോചന, ഇസ്രായേലിന്റെ ബോംബിനേക്കാൾ, അമേരിക്കയുടെ ബോംബിനേക്കാൾ, പേർഷ്യയുടെയും കിസ്രയുടെയും ആക്രമണങ്ങളെക്കാൾ ഇസ്ലാമിക ലോകത്ത് നടന്ന ഏറ്റവും വലിയ ആക്രമണം വിശുദ്ധ ഖുർആനിനെ കേവലം കിതാബാക്കി ചുരുക്കിക്കെട്ടി എന്നതാണ്. അത് ഓതാനുള്ള കിതാബാക്കി ചുരുക്കിക്കെട്ടി എന്നതാണ്. അതേസമയം ഈ ഖുർആനിനെ മുസ്ലിങ്ങൾ എന്ന് ജീവിതത്തിൽ പകർത്തിയോ ഇസ്സത്തുള്ളവരായി അവർ മാറി. ലോകത്തിന്റെ മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. മാറ്റണം. ഇനി ഖുർആനിനെ ഈ സമുദായം പഠിച്ചേ പറ്റൂ. എന്താ കുട്ടികളെ പഠിപ്പിക്കുന്നത്? സോഷ്യൽ മീഡിയയിലോ ഉൽഹു അല്ലാഹുവിന്റെ അർത്ഥം കുട്ടികളെ പഠിപ്പിക്കണില്ല. അല്ലാഹ് ഏകനാണെന്ന് പഠിപ്പിക്കണില്ല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കണില്ല. പകരം സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ പഠിക്കുന്നു വഖ്തുലൂഹും ഹൈസു തഖിത്തുമൂഹും വഖ്തുലൂഹും ഹൈസു വജത്തുമൂഹും. അവരെ കണ്ടയിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം. ആ ആയത്ത് പഠിക്കും. കാരണം അത് പഠിപ്പിക്കുന്നത് നിരീശ്വരവാദികളാണ്, അത് പഠിപ്പിക്കുന്നത് നിർമ്മതവാദികളാണ്, ലിബറലിസ്റ്റുകളാണ്, ഇസ്ലാം വിരുദ്ധരായ മുസ്ലിമീങ്ങൾ. ഈ ആയത്ത് നമ്മുടെ ചെറുപ്പക്കാരെ പഠിപ്പിക്കുകയാണ്. ഈ ഖുർആനിനകത്ത് ആളുകളെ കൊല്ലാനാണ് പഠിപ്പിക്കുന്നത്. സജദിൽ ആ ആയത്ത് എന്താണെന്ന് പഠിക്കാൻ ഈ കുട്ടികൾക്ക് അറിയില്ല, അവസരമില്ല. അവസാനം അള്ളാഹിനെ പേടിയില്ല. ലുഖ്മാനുൽ ഹക്കീമിന്റെ ഉപദേശം നമ്മുടെ കുട്ടികൾക്ക് ഖുർആനിൽ നിന്ന് കിട്ടുന്നില്ല. ഇന്നഹാ ഇൻതകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഹർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്. മോനെ, നീ ചെയ്യുന്ന കാര്യം അതൊരു കടുകുമണി തൂക്കമേ ഉള്ളുവെങ്കിൽ പോലും പെമ്പിയം അങ്ങനെ ഒരിത്തിരി മിസ്കാൽ അതങ്ങ് ആകാശത്തിലോ പാറക്കെട്ടിലോ ഭൂമിയിലോ എവിടെ വെച്ച് ചെയ്താലും ശരി, നീ എത്ര നിഗൂഢമായി ചെയ്താലും ശരി, അള്ളാഹു കൊണ്ടുവരും. ഈ ബോധമുള്ള ഒരു സമൂഹത്തിനെ നന്നാക്കാൻ പറ്റൂ. അതിന് ഖുർആൻ പഠിക്കണം. മാത്രമല്ല സഹോദരന്മാരെ, നമ്മുടെ കയ്യിലുള്ള മൂജിസത്തല്ലേ ഈ ഖുർആൻ. മുസ്ലിം സമുദായത്തിന് എന്തൊക്കെ പോറല് പറ്റി, അവരിൽ ആറ്റം ബോംബില്ല, അവരിൽ മിസൈലില്ല, അവരിൽ വലിയ വലിയ സംഗതികളൊന്നുമില്ല, സമ്പത്തിൻ്റെ കൂമ്പാരമില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ അല്ലാഹു തആല ഏൽപ്പിച്ച ഒരു ഖുർആനുണ്ട്. ലോകം എല്ലാ ഇരുട്ടിലും പെടുമ്പോൾ ഈ ഖുർആൻ കൊണ്ട് നമുക്ക് വെളിച്ചം കാണിക്കാൻ കഴിയും. ഏത് കൂരിരുട്ടിലും നമുക്ക് വെളിച്ചമായി വിശുദ്ധ ഖുർആനുണ്ട്. ഇതിൻ്റെ ഒരക്ഷരത്തിനൊരു പോറല് പറ്റിയിട്ടില്ല. ഇതിലെ ഒരായത്തും കാലഹരണപ്പെട്ടിട്ടില്ല. ഈ ഖുർആനിന്റെ ഒരായത്തും യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടില്ല. ഇത് മുഴുവൻ സത്യമാണ്. ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഇത് റബ്ബിന്റെ കലാമാണ്. ഇത് ലോകത്തെ മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ റബ്ബിന്റെ വചനങ്ങളാണ്. ഈ ഖുർആൻ നമ്മളെ കയ്യിലൊരു മോചിതത്താണ്. അമ്പിയാക്കന്മാർക്കല്ലേ മോചിതത്ത് കിട്ടല്? അമ്പിയാക്കന്മാർക്കാണല്ലോ മോചിതത്ത് കിട്ടുക. മൂസാ നബിക്ക് വടി കിട്ടി, അദ്ദേഹം വടിങ്ങനെ ഇട്ടാൽ പാമ്പാവും. അദ്ദേഹത്തിൻ്റെ കൈ കക്ഷത്തിൽ വെച്ചാൽ പ്രകാശമാകും. ഇത് മൂസാ നബി എന്നെ തെളിയിക്കാനുള്ള തെളിവാണ്. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച മോചിതത്ത് ഖുർആനാണ്, അത്ഭുതകരമായ ഖുർആൻ. പക്ഷേ മൂസാ നബിയുടെ വടി വേറൊരാൾ ഇട്ടാൽ പാമ്പാകാത്തതുപോലെ മൂസാ നബി മാത്രം ഇട്ടാലേ അത് പാമ്പാവും. മൂസാ നബി വഫാത്തായപ്പോൾ വടിയുടെ ശക്തി പോയി.
പക്ഷേ ഖുർആനാവുന്ന മോചിതത്ത് നമ്മുടെ കയ്യിലുണ്ട്. റസൂലുള്ളാഹിയുടെ കാലത്തുള്ള മോചിതത്തിനേക്കാൾ പ്രോജ്വലമാണ് ഇന്നത്തെ ഖുർആൻ. ഈ ഖുർആൻ ഇന്നത്തെ ഓരോ മുസൽമാന്റെ കയ്യിലുമുള്ള മോചിതത്താണ്. ലോകത്തോട് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ലോക ഭാഷകളിലെ പ്രമുഖ ഭാഷയായ അറബി ഭാഷയിലെ ഏറ്റവും അത്ഭുതകരമായ ഗ്രന്ഥമാണ് ഖുർആൻ. 1400 വർഷം പിന്നിട്ടിട്ടും അതിൻ്റെ ഭാഷാ സാഹിത്യത്തിന് ഒരു പോറലും പറ്റിയിട്ടില്ല. ലോകത്തോട് വെല്ലുവിളിച്ച കിതാബല്ലേ ഈ ഖുർആൻ. എന്താ വെല്ലുവിളിച്ചത്? ഈ ഖുർആനിലെ ഒരധ്യായം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരാശയം നിങ്ങൾ ഭൗതികമായിട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. നിങ്ങൾ എന്തെല്ലാം സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി, എന്തെല്ലാം ഇസങ്ങൾ ഉണ്ടാക്കി. വിശുദ്ധ ഖുർആൻ അവതീർണമായതിനു ശേഷം ശാസ്ത്രീയമായ ഒരുപാട് ഇസങ്ങൾ, സിദ്ധാന്തങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി മനുഷ്യവിരുദ്ധമായി തീർന്നില്ലേ? എല്ലാം നശിച്ചില്ലേ? അത് ഉദയം ചെയ്ത പ്രത്യയശാസ്ത്രങ്ങളോ ഉദയം ചെയ്ത ഈറ്റില്ലങ്ങളിൽ തന്നെ അത് തകർന്നടിഞ്ഞില്ലേ? പക്ഷേ 1400 വർഷം കഴിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിന് ഈ ഖുർആനുണ്ട്, കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന് ഈ ഖുർആനുണ്ട്, കോടിക്കണക്കിന് മനുഷ്യരെന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വ്യവസ്ഥക്ക് ഒരു പോറലും പറ്റിയിട്ടില്ല. ഇതിൻ്റെ കുടുംബ വ്യവസ്ഥ പ്രോജ്വലമാണ്, കാരണം അത് അള്ളാഹ് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ സാമൂഹിക വ്യവസ്ഥ അത്യുജ്വലമാണ്, കാരണം അത് റബ്ബായ റബ്ബ് സൃഷ്ടിച്ചതാണ്. ഇതിൻ്റെ ധാർമ്മിക വ്യവസ്ഥ ഏറ്റവും ഉന്നതമാണ്. ഇതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ ആധുനിക സാമ്പത്തിക ശാസ്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്ന റബ്ബിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയാണ്. ഈ ഖുർആനിനെ നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കണോ? വെട്ടിപ്പൂട്ടി വെക്കണോ? നിങ്ങൾക്കറിയില്ലേ, ഗസയിലെ കുട്ടികളെ സ്വന്തം ഉമ്മ ഷഹീദായി, വാപ്പ ഷഹീദായി, സഹോദരങ്ങൾ ഷഹീദായി, തങ്ങൾ പാർത്തിരുന്ന വീട് തകർന്നടിഞ്ഞ് കൽക്കൂമ്പാരമായപ്പോൾ 7-8 വയസ്സുള്ള കുട്ടി ആ കൽക്കൂമ്പാരത്തിന്റെ മുകളിലിരുന്ന് ലോകത്തോട് ഖുർആൻ ഓതുകയാണ്. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം വലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ആ കുട്ടി ഓതുകയാണ്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളില്ലാതെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലോകം അത് കേൾക്കുകയാണ്. എങ്ങനെയാണ് ഈ കുട്ടികളുടെ ഹൃദയത്തിൽ ഈ ഖുർആൻ വചനം വരുന്നത്? ഉമ്മ ഷഹീദായിട്ടുണ്ട്, വാപ്പ ഷഹീദായിട്ടുണ്ട്, സകലരും പോയിട്ടുണ്ട്, തങ്ങൾ പാർത്തിരുന്ന വീടുകൾ പോയിട്ടുണ്ട്. പട്ടിണി ഇങ്ങനെ ആകാശിച്ചിരിക്കുകയാണ്. ആ പട്ടിണിക്കിടയിലും അവർ ഖുർആൻ ഓതുകയാണ്. അവർ ഓതുന്ന പല ആയത്തുകളും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ലോകത്ത് അവർ 40,000 പേര് മരിച്ചുപോയി ഷഹീദായെങ്കിൽ ഒരുപാട് 40,000 പിഞ്ചു കുഞ്ഞുങ്ങൾ ഖുർആൻ കേൾക്കുകയാണ്. യൂറോപ്പിലെ, അമേരിക്കയിലെ, പാശ്ചാത്യ ലോകത്തെ മനുഷ്യര് ഈ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുകയാണ്. ഇവരെ പ്രചോദിപ്പിക്കുന്ന ഘടകം ഏതാണ്? അത് ഖുർആനാണ്. ഇവരെ പ്രചോദിപ്പിക്കുന്ന ഘടകം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളോട് മല്ലിടാൻ ഒരായുധത്തിന്റെ പിൻബലമില്ലെങ്കിലും വിശ്വാസത്തിന്റെ പിൻബലത്തിൽ മല്ലിടാൻ ഇവർക്ക് ത്രാണി കൊടുക്കുന്ന ഒരേ ഒരു ശക്തി ഗസയിലെ ആറ്റം ബോംബല്ല, ഗസയിലെ മിസൈലല്ല, ഗസക്കാരന്റെ പക്കലുള്ള ഖുർആൻ. ആ ഖുർആനാണ് അവർക്ക് ആവേശം നൽകുന്നത്. നിങ്ങൾക്കറിയോ, ഇപ്പൊ വെടിനിർത്തലുണ്ടായിരുന്നല്ലോ കുറച്ച് മുമ്പ്, ഇപ്പൊ വീണ്ടും ആക്രമിക്കുന്നതിന് മുമ്പ്. ആ വെടിനിർത്തലിന്റെ മുമ്പും ഒരു വെടിനിർത്തലുണ്ടായി. 2 ദിവസം, 2 ദിവസത്തെ വെടിനിർത്തൽ. ആ 2 ദിവസത്തെ വെടിനിർത്തലിൽ പെട്ടെന്ന് ഒരൊറ്റ രാത്രിയാണ് അവർക്കുള്ളത്. ഒരു രാത്രിയിൽ ഗസക്കാരെല്ലാവരും ഒത്തുകൂടി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജനനം കൊണ്ട പലസ്തീനിന്റെ പ്രദേശത്ത് അവരെല്ലാ ഗുഹകളിൽ നിന്നും, ഉള്ളികളിൽ നിന്നും, മറകളിൽ നിന്നും ഒക്കെ അവരിങ്ങോട്ട് ഒത്തുകൂടി ഒരു ദിവസം ഒരു ആഘോഷം സംഘടിപ്പിക്കാൻ. 2 ദിവസത്തെ വെടിനിർത്തല. ആ ഒരു രാത്രിയിൽ ഒരാഘോഷം. എന്താ ആഘോഷം? പെരുന്നാളും കല്യാണമൊന്നുമല്ല. അവരൊരാഘോഷത്തിന് വേണ്ടി സകല ഗസക്കാരും ഒത്തുകൂടി. 1000കണക്കിന് 10000കണക്കിന് ഗസക്കാർ ഒത്തുകൂടി അവരൊരാഘോഷത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ? 600 ഗസയിലെ കുഞ്ഞുങ്ങൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയിരിക്കുകയാണ്. 600 മക്കളെ ഹിഫ്ളാക്കിയിരിക്കുകയാണ്. 600 മക്കളെ ഹിഫ്ളാക്കിയതിന്റെ സനദ് കൊടുക്കാൻ ആ ഗസയിലെ രാത്രിയിൽ അവരൊത്തുകൂടിയിരിക്കുകയാണ്. തങ്ങളുടെ തലക്ക് മുകളിലൂടെ ബോംബുകൾ ഇങ്ങനെ വർഷിക്കുമ്പോൾ, തങ്ങൾ പാർത്തിരുന്ന വീടുകളൊക്കെയും തകർന്നടിയുമ്പോൾ, തങ്ങളുടെ മേൽ ടൺ കണക്കിന് ബോംബുകൾ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വേണ്ടപ്പെട്ട നേതാക്കളും ബന്ധുക്കളും മരിച്ചു വീഴുമ്പോൾ, കിട്ടിയ നിമിഷം ഖുർആനിനെ മനഃപ്പാഠമാക്കി 600 പേർക്ക് സനദ് കൊടുക്കുന്ന ആവേശകരമായ വിശുദ്ധ ഖുർആനിന്റെ ഒരു കഥ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമ്മൾ ഇനിയും ഈ ഖുർആനിനെ അവഗണിക്കരുതെന്ന് ഞാൻ ഹൃദയത്തിൽ തട്ടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ഖുർആനിനെ നമ്മൾ അവഗണിക്കരുത്. തീരുമാനമെടുത്തിട്ട് പോകണം ഈ റമദാനിക്ക്, ഈ ജുമാക്ക് ശേഷം
നമ്മൾ ഏത് പ്രായത്തിലുള്ളവരാകട്ടെ, ഏത് ഘടനയിലുള്ളവരാകട്ടെ, നമുക്കൊക്കെ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ബാവാസ് ഓഡിറ്റോറിയത്തിൽ എല്ലാ ആഴ്ചയിലും ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. 100 കണക്കിന് സൂറത്തു നൂറ് പഠിക്കുന്നു. ഞാൻ പറയുന്നു സൂറത്തു നൂറ്, ആ സൂറത്തു നൂറ് പൊന്നാനിയിൽ എത്ര പേർക്ക് അറിയും? ഞാൻ വെല്ലുവിളിക്കുകയാണ്, തമാശ പറയല്ല. സൂറത്തു നൂറിൻ്റെ ശരീഅത്ത് പൊന്നാനി എന്ന് പറഞ്ഞാൽ മക്കത്തിൽ മലബാരിയല്ലേ, മലബാറിൻ്റെ മക്ക. പക്ഷെ നിങ്ങളെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു സൂറത്തു നൂറിലെ അല്ലാഹു തആല പഠിപ്പിച്ച നിയമങ്ങൾ, സൂറത്തു നൂറിൻ്റെ നിയമങ്ങൾ നമ്മുടെ സ്ത്രീകളിൽ എത്ര പേർക്കറിയും? അല്ലിമൂ നിസാഅക്കും സൂറത്തു നൂർ, അല്ലിമൂ റിജാലക്കും സൂറത്തുൽ മാഇദ. നിങ്ങൾ പുരുഷന്മാരെ സൂറത്തുൽ മാഇദ പഠിപ്പിക്കണം, നിങ്ങളെ സ്ത്രീകളെ പ്രത്യേകം സൂറത്തുൽ നൂർ പഠിപ്പിക്കണം. സൂറത്തുൽ നൂറിൻ്റെ നിയമങ്ങൾ നമുക്കറിയോ? ഇല്ല. ശരീഅത്ത് നിയമങ്ങൾ അറിയോ? ഇല്ല. അതിൻ്റെ നിയമങ്ങൾ അറിയാത്തതിൻ്റെ ദുരന്തം നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, വീടുകളിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. ഞാൻ പറയുന്നു ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കാൻ ആഴ്ചയിൽ 1 മണിക്കൂർ നീക്കി വെക്കാൻ നമുക്ക് നേരമില്ലാന്നോ? എന്ത് വർത്താനായി പറയണേ? എന്ത് വർത്തമാനമാണിത്? മാറ്റിവെക്കണം, ആദ്യം എഴുതി വെക്കണം. ഈ റമദാനിന് ശേഷം, ഈ റമദാനോടുകൂടി എൻ്റെ ജീവിതത്തിൽ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും, ദിവസത്തിൽ 1 അരമണിക്കൂറെങ്കിലും, ഞങ്ങളൊക്കെ വെറും 3.5 വർഷം കൊണ്ട് ദിവസത്തിൽ 40 മിനിറ്റ് ആയാത്ത് ദർസ് എന്ന് പറഞ്ഞ ഖുർആൻ ഓൺലൈനിലൂടെ നടത്തി 3.5 കൊല്ലം കൊണ്ട് ഖുർആൻ മുഴുവൻ പഠിപ്പിച്ചു. 1-2 ആളുകളല്ല, 50,000 പേർ. എൻ്റെ ജീവിതത്തിൽ എനിക്കൊക്കെ കിട്ടിയ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ വിലമതിക്കാത്ത അനുഗ്രഹം അതാണ്. 50,000 പേരെ ഖുർആൻ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ആ ആശയവും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടതാണ്. അതിലാരൊക്കെ പഠിച്ചെന്നറിയോ? നമ്മളെപ്പോലല്ല IAS ഉദ്യോഗസ്ഥന്മാർ, വെറും കളക്ടറല്ല, കളക്ടറും കഴിഞ്ഞ് പിന്നീട് സെക്രട്ടറി ആയ ആളുകൾ, അവർ പോലും ഖുർആൻ അത് കേട്ടു എന്ന് മാത്രമല്ല, ആ ഓൺലൈനിൽ നടന്ന ഖുർആനിൻ്റെ നോട്ടുകൾ മുഴുവൻ തയ്യാറാക്കിയിട്ട് എനിക്ക് അയച്ചു തന്നു. അവർക്കൊക്കെ സമയമുണ്ട്, നമുക്ക് സമയമില്ല. എന്താ ഉണ്ടായത്? അവർ പലരും പറയുന്നു വലിയ ഡോക്ടർമാർ, അവർ പറയുന്നു കുട്ടിക്കാലത്ത് പഠിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് 3.5 വർഷം കൊണ്ട് 1130 എപ്പിസോഡുകളിലൂടെ ഖുർആനിനെ മുഴുവൻ പഠിക്കാൻ സാധിച്ചു. ആഴത്തിലുള്ള പഠനമാണ്, ഒരുപാട് തഫ്സീറുകൾ വെച്ചുള്ള പഠനമാണ്. നന്നായി പഠിച്ച് 3 ഉസ്താദുമാർ അവതരിപ്പിച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് എന്തെല്ലാം അവസരമുണ്ട്. ബൈബാവാസിലെ ഞങ്ങൾ പൊന്നാനിക്കാർ വന്ന് നോക്കിയാൽ എല്ലായിടത്തും 15 വർഷമായി തെരുവിൽ നടക്കുന്ന ക്ലാസ്സിൽ ഏകദേശം 1000-ഓളം പേര് പങ്കെടുക്കുന്നു. നമുക്കിനി എന്താ പഠിച്ചാൽ? ഖുർആൻ പഠിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. നമ്മളെ കുട്ടികൾ പഠിക്കണം, അവർ വഴിതെറ്റിപ്പോവില്ല, അവർ ലഹരിക്കടിമപ്പെടില്ല, അവർ വൃത്തികേടുകൾക്ക് പോകില്ല, അവരെ ജീവിതത്തിന് മാറ്റം വരുത്താൻ കഴിയും. ഖുർആൻ ഓതി തീർത്ത കിതാബല്ല, ഖുർആൻ ജീവിച്ചു തീർത്ത കിതാബാണ്. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയ കിതാബാണ്. ഇപ്പം നിങ്ങൾ പറയുന്നുള്ള ഈ ലഹരി മരുന്ന്, ഞാൻ ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ള ലഹരി മരുന്നല്ലേ? കേവലം നിരോധം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇപ്പം 4 ദിവസം പോലീസ് അവിടുന്ന് പെടുന്നു, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പിടിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ തുടരും. ഇതിപ്പോൾ ഈ പ്രശ്നം എനിക്ക് തോന്നുന്നത് കുറച്ച് കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന ബഹളങ്ങളാണ്. കുറച്ച് 50 ഇഷ്ടംപോലെ വിതരണം ചെയ്യും. കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്ന് മാഫിയ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂല് ഖുർആനിൻ്റെ നിർദ്ദേശപ്രകാരം മുഴുവൻ മദ്യപാനികളായ ഒരു സമൂഹത്തെ മദ്യത്തിൽ നിന്ന് മുക്തമാക്കിയത് ഖുർആൻ ഓതുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവരോട് ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മദ്യം എന്ന് വസ്അലൂനകാനിൽ ഖംർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. മദ്യത്തിൽ ഗുണമുണ്ട്, ദോഷമുണ്ട്, പക്ഷേ ദോഷമാണ് കൂടുതൽ. ആദ്യം അങ്ങനെ പറഞ്ഞോളൂ. പിന്നെ പറഞ്ഞു വലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുക്കാറ, മദ്യപിച്ച് നമസ്കരിക്കാൻ പോകരുത്. പിന്നെ അവരോട് പറഞ്ഞു ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാബു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ഫഹൽ അൻതും മുൻതഹൂൻ. മദ്യത്തിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നട്ടപ്പാതിരാക്ക് പോലും മദ്യം കുടിക്കുന്ന ഒരൊറ്റ ആളില്ല. അവർ കുടിച്ച മദ്യം, നിരോധിക്കുന്നതിന് മുമ്പ് കഴിച്ച മദ്യം വയറ്റി കിടക്കുന്നത് പോലും ഛർദ്ദിച്ചു കളഞ്ഞു. അവർ കുടിക്കാൻ വേണ്ടി വെച്ച മദ്യത്തിൻ്റെ ചഷകങ്ങളും വീപ്പകളും തച്ചുടച്ചു. മദീനയുടെ ചുറ്റുപടുത്ത തെരുവിലും മണലാരണ്യത്തിലൂടെ മദ്യത്തിൻ്റെ പുഴ ഒഴുകി. എങ്ങനെ? ഇനി കുടിച്ചാൽ പോലീസല്ല കാണുക, ഇനി കുടിച്ചാൽ ഗവൺമെൻ്റ് അല്ല കാണുക, ഇനി കുടിച്ചാൽ ഡോക്ടറല്ല കാണുക, ഇനി ഞാൻ കുടിച്ചാൽ അത് നിരോധിച്ച അല്ലാഹ് കാണും. ഇനി ഞാൻ രഹസ്യമായി മദ്യപിച്ചാൽ ആരും കണ്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് കാണും. റബ്ബിനോട് ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഈ ബോധമുള്ള ഒരു സമൂഹത്തെ അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചെടുത്തപ്പോൾ മദ്യം ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചു, മദ്യത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു.
നമ്മളിപ്പോഴും പറയുന്നത് അതാ, ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരി, പടച്ചോന്റെ ബോധത്തിലേക്ക് കൊണ്ടുവരി, ദൈവബോധത്തിലേക്ക് കൊണ്ടുവരി, മതത്തിന്റെ മൂല്യത്തിലേക്ക് കൊണ്ടുവരി. ലഹരി മരുന്ന് ഇല്ലാതാക്കാം, വ്യഭിചാരമില്ലാതാക്കാം, അഴിമതി ഇല്ലാതാക്കാം, തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതാക്കാം. നന്മകളെ സ്ഥാപിച്ചെടുക്കാൻ കഴിയും. നന്മകളെ സ്ഥാപിക്കാനുള്ള ഒറ്റമൂലി പോലീസ് മുഷ്ടിച്ചുരുട്ടിയിട്ട് കഴിയില്ല, അന്വേഷണങ്ങൾ ത്വരിതപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാം കാണുന്ന റബ്ബുണ്ട് എന്നുള്ള ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയണം. അത് സൃഷ്ടിക്കാൻ അള്ളാന്റെ കിതാബിനെ കഴിയൂ. സഹോദരന്മാരെ, ഒരുപാട് കാര്യം ഖുർആനെ കുറിച്ച് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഖുതുബയുടെ പരിമിതിയിൽ ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരുപാട് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുമാണ്. പക്ഷേ തീരുമാനമാണ് എടുക്കേണ്ടത്. ഒരാൾ പോലും വിട്ടുപോകാതെ ഖുർആൻ പഠനത്തിന് സന്നദ്ധമായി വരണം. നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ ബാവാസിൽ നടക്കുന്ന ഖുർആൻ പഠന ക്ലാസ്, അത് എല്ലാ തിങ്കളാഴ്ചയും മഗ്‌രിബിന് ശേഷം കൃത്യമായി നടക്കുന്നു. സൂറത്തു നൂറ പഠിക്കുക. നിങ്ങൾക്കറിയാം, ഒരു ഖുതുബയിൽ പോലും വിശദീകരിക്കാത്ത ഒരുപാട് ഇസ്ലാമിക നിയമങ്ങൾ, ഈമാനിക കാര്യങ്ങൾ നമുക്കതിലൂടെ പഠിക്കാൻ കഴിയും. പിന്നെ പല രീതികളുമുണ്ട്. അതിലൂടെയൊക്കെയും എങ്ങനെയെങ്കിലും ഖുർആനുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നിന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഖുർആൻ, ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ ഒരുപാട് എണ്ണിയാൽ ഒതുങ്ങാത്ത നിഅമത്തുകളും അനുഗ്രഹവും ആരോഗ്യവും അല്ലാഹു തആല നൽകിയിരിക്കുന്നു. കാരണം അള്ളാഹിൻ്റെ കിതാബിനെ സ്നേഹിക്കുന്നവരെ വിശുദ്ധ റസൂൽ മുഹമ്മദ് റസൂലുള്ള പറയാണ്, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫാനി ലിൽ അബ്ദ്. നോമ്പ് ഖുർആനും അതിൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നോമ്പ് പറയും, ഇയാൾ എനിക്ക് വേണ്ടി ഇച്ഛകളെ നിയന്ത്രിച്ച ആളാണ്. ഖുർആൻ പറയും, ഇയാൾ എൻ്റെ ആളാണ്, എനിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. നമ്മുടെ പലരുടെയും ഉമ്മയും പാപ്പിയൊക്കെ ഖബറിലല്ലേ, അവരെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അവർ ചോദിക്കുക, എന്താ ഞങ്ങളങ്ങനെ പ്രത്യേകം ഒന്ന് ആദരിക്കാൻ? നിൻ്റെ മക്കൾ ദുനിയാവിലിരുന്ന് ഖുർആൻ പഠിച്ചതിൻ്റെ ആദരവാണ്. നാളെ നമ്മൾ ഖബറിലാ, നമ്മളെ മക്കൾ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്കും കിട്ടേണ്ടതുണ്ട് ആ ആദരവ്. എല്ലാത്തിനും ഉപരി ഈമാനോട് കൂടി ജീവിക്കാൻ നമ്മുടെ പക്കൽ ഈ ഖുർആൻ ഉണ്ട്. അതിനെ തിരുത്താൻ ഒരു ജൂതനും കഴിയില്ല, അതിനെ തകർക്കാൻ ഒരു സാമ്രാജ്യത്വത്തിനും കഴിയില്ല, അതിനെ ബോംബിട്ട് നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതിനെ ഇറക്കിയത് അല്ലാഹയാണ്. അല്ലാഹു തആല അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നമ്മൾ സ്വീകരിക്കുമ്പോൾ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഒരു ലോട്ടറി അടിച്ച പോലെ അടിച്ചെടുക്കാൻ ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ അത് തെറ്റാണ്. പകരം ലൈലത്തുൽ ഖദറിൽ തീരുമാനമെടുക്കണം. ഈ രാത്രിയുടെ മഹത്വത്തിന്റെ കാരണം ഖുർആനാണെങ്കിൽ ഞാൻ ഖുർആനിന്റെ ആളാകും, ഞാൻ ഖുർആൻ പഠിക്കും, ഞാൻ ഖുർആനുമൊത്ത് ജീവിക്കും, ഖുർആൻ അനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് മൻ ഖാമ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ ആരിൽ നിന്ന് നമസ്കരിച്ചോ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അങ്ങനെ സജീവമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഈ റമദാനിൻ്റെ അനുഗ്രഹീതമായ ജുമായിൽ എന്നെയും നിങ്ങളെയും എനിക്ക് വസിയത്ത് നൽകാനുള്ളത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും.